നമസ്കാരം. ചേതൻ ഭഗത്, വൺ ഇന്ത്യൻ ഗേൾ. ചേതൻ ഭഗത്, ടു സ്റ്റേറ്റ്സ്, ദ സ്റ്റോറി ഓഫ് മൈ മാരേജ്. ഈ രണ്ട് പുസ്തകമാണ്, ഇംഗ്ലീഷ് പുസ്തകമാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ, 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനന്ന് തിരുപ്പൂരിലാണ് ജോലി. അന്ന് എൻ്റെ കൂടെ താമസിച്ചിരിക്കുന്ന ഒരാൾ MA ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ബുക്കുണ്ടാവും, ഇങ്ങനെ ഇംഗ്ലീഷ് പുസ്തകം. ഞാനൊരു ദിവസം അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, ഒരു പാരഗ്രാഫ് ഞാൻ വായിച്ചുള്ളൂ. എനിക്ക് മതിയായി, മടുത്തു. ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ചിന്തയില്ലാതായി. ഒന്നും മനസ്സിലായില്ല. വായിച്ചു, തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ പോലെ വായിച്ചു, അത്ര തന്നെ. പക്ഷെ അന്ന് എൻ്റെ മനസ്സിൽ ഞാനൊരു തീരുമാനത്തിലെത്തി. ഇന്ന് അല്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിരിക്കും. അതിനുവേണ്ടി ഞാൻ നിരന്തരമായി ഇടയ്ക്കിടയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. ചെറിയ പോക്കറ്റ് ഡിക്ഷണറിയൊക്കെ വാങ്ങിച്ച് അർത്ഥങ്ങളൊക്കെ പഠിച്ച്, വല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് ഇംഗ്ലീഷ് പത്രമൊക്കെ വാങ്ങിച്ച് പഠിച്ച്, അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ആ ഒരു വായനാശീലങ്ങളെല്ലാം വളർത്തിയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ മനസ്സിൽ എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. നിർത്തരുത്, ഉപേക്ഷിക്കരുത്. ഓരോ ദിവസവും ഓരോ അടി ആണോ നമുക്ക് കഴിയുക, അത് മതി. പക്ഷേ നിരന്തരമായിരിക്കാം ആ യാത്ര, ആ പഠനം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതൊരു പഠനവും ഒരു സ്റ്റെപ്പാണെങ്കിലും, ഒരു വാക്കാണെങ്കിലും, ഒരു സെൻറ്റൻസ് ആണെങ്കിലും അത് മതി ഒരു ദിവസം. പക്ഷെ ആ യാത്രയുണ്ടല്ലോ, അതൊരിക്കലും മുടക്കരുത്. പഠിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിൽ നമ്മൾ കണക്ക് കൂട്ടണം. ഒരു ദിവസം എനിക്ക് കഴിയും, ഞാൻ അവിടെ എത്തും, ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാവും. അത് നടന്നിരിക്കും. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി മാറും നമ്മൾ. 25 വർഷം മുമ്പ് ഞാൻ ആദ്യമായി ഇംഗ്ലീഷ് പത്രം ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അന്നും ഞാൻ മനസ്സിൽ കണക്കൂട്ടി, ഒരിക്കൽ ഞാൻ ഇത് വായിച്ചിരിക്കുമെന്ന്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് പത്രവും വായിക്കാൻ തുടങ്ങി, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി, ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. 25 വർഷങ്ങൾ മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പോലും എനിക്കറിയില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് പരിചയപ്പെടുത്താം. ദിസ് ഈസ് ഭാസ്കർ, ഐ എം ഫ്രം പാലക്കാട് ടു തെരു, മൈ വർക്ക് ഇസ് ലോട്ടറി ടിക്കറ്റ് സെല്ലിങ്. വളരെ ഈസി ആയിട്ട് പറയാം. പക്ഷെ അന്ന് ഒരു വാചകം പറയണമെങ്കിൽ നടക്കില്ല. അപ്പോൾ പരിശീലനം കൊണ്ടാണ്
നമ്മൾ എല്ലാം നേടിയെടുക്കുന്നത്. എന്തിനും ഒരു പരിശീലനം വേണം. ആ ഒരു പരിശീലനം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യം നടത്താൻ കഴിയും. അപ്പം ഞാനത് ഇപ്പം എന്താ അങ്ങനെ പറയാൻ കാരണം പറഞ്ഞാൽ, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഓരോരോ ആളുകൾക്കും ഇതുപോലെ അനുഭവങ്ങളുണ്ടാവും. പലരും ഇംഗ്ലീഷ് പുസ്തകം പഠിക്കാൻ ശ്രമിച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തിയവരുണ്ടാവും. ഇംഗ്ലീഷ് പത്രവായന വായിച്ചാൽ മനസ്സിലാകാതെ മടുത്ത് നിർത്തിയവരുണ്ടാവും. ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിച്ച് ഉപേക്ഷിച്ചവരുണ്ടാവും പഠനം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഉപേക്ഷിക്കരുത് ഏതൊരു കാര്യം, ഏതൊരു പഠനവും. തുടർന്നു കൊണ്ടിരുന്നാലേ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ ഒരു മാസമോ ഒരു വർഷമോ 2 വർഷമോ പഠിച്ചിട്ട് നിർത്തിയാൽ പൂർണ്ണമായ ഫലം കിട്ടില്ല. തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുകയുള്ളൂ എന്നാണ് ഭാഷാ പഠിതാക്കളോട് എനിക്ക് വളരെ വിനീതമായി പറയാനുള്ള ഒരു കാര്യം. നമുക്ക് മനസ്സിലാക്കാത്തതൊന്നുമില്ല, ശ്രമിച്ചാൽ നേടാൻ കഴിയാത്ത ഒന്നുമില്ല ഈ ലോകത്ത്. ആ ശ്രമമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ വിജയിച്ചിരിക്കും എന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് ഭാഷാ പഠിതാക്കൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുക, മുടങ്ങരുത്, ഉപേക്ഷിക്കരുത്, പഠനം തുടരട്ടെ. ഒരിക്കൽ നിങ്ങൾ ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും, പത്രം വായിക്കാൻ കഴിയും, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇത് എൻ്റെ അനുഭവമാണെങ്കിൽ നാളെ നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാവും. പക്ഷേ ഒന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, നിരന്തരമായിട്ടുള്ള പഠനം. മനസ്സ് മടുക്കരുത്. ഒരല്പമെങ്കിലും ഒരു ദിവസത്തിൽ നിങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയും. അതാണ് എനിക്ക് ഇംഗ്ലീഷ് പഠിതാക്കളോട് പറയാനുള്ളത്. സാധാരണ ലോട്ടറി വിൽക്കുന്ന എനിക്ക് കഴിയാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞുകൂടാ? നിങ്ങൾക്ക് തീർച്ചയായും കഴിയട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന, എൻ്റെയും ആഗ്രഹം. പക്ഷെ അതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്തെങ്കിലും ഒരു വാക്കിന് എന്തെങ്കിലും ഒരു ചെറിയ സംശയം തോന്നിയാൽ അപ്പം നമുക്ക് നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം ചെലവഴിക്കണം. ചെലവഴിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ, ഒപ്പം തന്നെ ഓണാശംസകൾ. എല്ലാവർക്കും
എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എന്നെ സഹായിച്ച, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഓക്കെ, നമസ്കാരം.